ഇന്ന് ജന്തർ മന്ദറിലെ സമരപരിപാടികൾ അതെങ്ങനെയാണ്? അഭിജിത്ത് ദീപ്കെ അടക്കം അവിടെ തുടരുന്ന സാഹചര്യമാണ്. അവിടെ എന്താണ് ഇന്ന് അവർ ആസൂത്രണം ചെയ്തിട്ടുള്ള സമരം? സാധാരണഗതിയിൽ തുടരാനാണോ അതോ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇന്നും നീങ്ങാൻ സാധ്യതയുണ്ടോ? അക്ഷയ്, അത്തരത്തിലില്ല. ഇപ്പോൾ ജന്തർ മന്ദറിൽ തുടരാൻ തന്നെയാണ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടി ദില്ലി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു മാർച്ച് നടത്താനായിട്ട് തീരുമാനം കൈക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത 100 കണക്കിന് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ട് വിട്ടയച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി 8 മണിക്ക് മാർച്ച് പ്രഖ്യാപിച്ചതിന് ശേഷം പോലീസ് അറിയിച്ചത് കസ്റ്റഡിയിലെടുത്ത എല്ലാവരെയും റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. അപ്പോൾ അത്തരത്തിൽ അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടി ദില്ലി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നടത്താനിരുന്ന മാർച്ച് ക്യാൻസൽ ചെയ്തിരുന്നു. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ജന്തർ മന്ദറിൽ തന്നെ വലിയ സമരവുമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ജനപങ്കാളിത്തം ഇപ്പോൾ കൂടി വരുന്നുണ്ട്. കാരണം അത്തരത്തിൽ അന്ന് തന്നെ വിദ്യാർത്ഥികൾക്കെതിരെ വലിയ ഒരു അടിച്ചമർത്തൽ നടപടി ഉണ്ടായതിനു ശേഷവും അന്ന് രാത്രി വീണ്ടും നിരവധി വിദ്യാർത്ഥികൾ ഈ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. ഇന്നലെയും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ സമരത്തിൽ പങ്കെടുക്കാനെത്തിയത്. അപ്പോൾ അത്തരത്തിൽ ഒരു സമരത്തിന് കൂടുതൽ പിന്തുണ ഇപ്പോൾ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സമാധാനപരമായി തന്നെ ജന്തർ മന്ദറിൽ സമരം തുടർന്നുകൊണ്ട് പോവുക എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു മാർച്ച് അല്ലെങ്കിൽ മാർച്ച് നടത്തുന്നതിനെക്കുറിച്ച് നിലവിൽ ഒരു തീരുമാനം CJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അക്ഷയ്, വിഷ്ണു, ഈ CJPയുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു സമര വേദി എന്ന് പറയുന്നത് ജന്തർ മന്ദർ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയൊക്കെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. പക്ഷേ ഈ ജന്തർ മന്ദറിലെത്തി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി വലിയ തോതിൽ ഉയരുകയാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നീക്കം എന്തായിരിക്കും? അങ്ങോട്ടേക്ക് എത്താനോ അഭിജിത്ത് ദീപ്കയെ സന്ദർശിക്കാനോ ഒക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ടോ? പക്ഷേ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അത്തരത്തിലൊരു നീക്കം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ, അതായത് CJP സമരത്തെ പിന്തുണയ്ക്കാനൊരു നീക്കമുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ജന്തർ മന്ദറിലേക്ക് എത്താമായിരുന്നു. പക്ഷേ അതിന് ജന്തർ മന്ദറിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. അത് നമ്മൾ തുടക്കത്തിൽ വിശദീകരിച്ചതുപോലെ തന്നെ കോൺഗ്രസ് CJP സമരത്തിന് ഒരു പിന്തുണ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. CJP സമരത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം തന്നെയാണ് കോൺഗ്രസിൻ്റേത്. അതിൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന പോലും ഈ സമരമുഖത്തില്ല. അവർ പ്രത്യേകമായിട്ടുള്ള സമരങ്ങൾ തന്നെയാണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ സമരം നടത്തുന്നത്. ഒറ്റയ്ക്കാണ് CJP സമരത്തിന് തുടക്കം മുതൽ തന്നെ ഈ CJP പ്രഖ്യാപനം വന്നത് മുതൽ തന്നെ NSU ഇതിന് എതിരായിട്ട് നിൽക്കുകയാണ്. എതിർ അഭിപ്രായമാണ് NSUക്കുള്ളത്. ഈ കൂടെ ചേരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. CJP പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരു പിന്തുണ നൽകുന്നില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസും ശക്തമായി തന്നെ രംഗത്തുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് CJP സമരമുഖത്തേക്ക് കോൺഗ്രസ് എത്തുമെന്ന് യാതൊരു പ്രതീക്ഷയും ഈ ഘട്ടത്തിലും നമുക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷത്തു നിന്ന് വലിയ വിമർശനം, ദേശീയ തലത്തിലടക്കം വലിയ വിമർശനം ഉയർന്നു വന്നപ്പോൾ ഒരു സമാന്തരമായിട്ടൊരു സമരത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് MPമാർ മാത്രമേ ഒരു സമരം നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അക്ഷയ്, ഒപ്പം വിഷ്ണു, ഈ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇന്നലെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് പ്രധാനമായിട്ടും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തിൽ ഊന്നിയായിരിക്കും ഇന്നത്തെ പ്രതിഷേധം. അക്ഷയ്, തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കൃത്യമായി തന്നെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുക എന്നതാണ്. അതോടൊപ്പം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. ഇതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസത്തെ CJP പ്രതിഷേധത്തിനെതിരെയുണ്ടായ, വിദ്യാർത്ഥികൾക്കെതിരെയുണ്ടായ പോലീസിൻ്റെ അങ്ങേയറ്റത്തെ ക്രൂരമായിട്ടുള്ള നടപടിയാണ്. കാരണം അത്തരത്തിൽ ഒരു നരനായാട്ട് എന്ന് തന്നെ പറയാവുന്ന തരത്തിലാണ്
എത്തിയപ്പോഴാണ് പോലീസ് ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ കൃത്യമായി ചർച്ച ചെയ്യണം എന്നതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം നിലവിൽ പല വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തെ അടിച്ചമർത്താൻ പോലീസ് കേന്ദ്രസേനയൊക്കെ തന്നെ എത്തിയപ്പോൾ പല സംഘപരിവാറുകാരും ഈ പോലീസിനൊപ്പം ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ഉണ്ടായിരുന്നു എന്നതാണ്. കാരണം പല ആളുകളുടെയും അതായത് സേനാംഗങ്ങളുടെയും അവർക്ക് നെയിം ബാഡ്ജ് പോലും ഇല്ലാത്ത ആളുകളുണ്ടായിരുന്നു. ബാഡ്ജുകളില്ല, പേര് എഴുതിയിരുന്നത് മറച്ച് നിൽക്കുന്ന ഒരു കറുത്ത തുണി കൊണ്ട് പേരടക്കം മറച്ചിട്ടുള്ള നിരവധി ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ആരാണ് ഈ സമരത്തിൽ അടിച്ചമർത്താൻ കേന്ദ്രസേനയ്ക്കൊപ്പം പോലീസിനൊപ്പം നുഴങ്ങി കയറിയ ആളുകൾ, സംഘപരിവാർ ആളുകൾ നുഴങ്ങി കയറി എന്നതടക്കം വലിയ വിമർശനം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതടക്കം പ്രതിപക്ഷം സഭയിൽ ഉയർത്തിക്കാട്ടും. അക്ഷയ്, തീർച്ചയായും വിഷ്ണു, എന്തായാലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഈ വിഷയം ഇന്ന് കൃത്യമായി സഭയിൽ അവതരിപ്പിക്കാൻ തന്നെയാണ്, മൂന്നാം ദിവസവും സഭയിൽ കൃത്യമായി ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം. അപ്പോൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺഗ്രസിൻ്റെ ഈ വിഷയത്തിലെ പെട്ടെന്നുള്ള ഒരു ഇടപെടൽ. അത് കോൺഗ്രസ് ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നില്ല, അല്ലെങ്കിൽ രാജ്യത്തെ യുവാക്കൾ തെരുവിൽ കിടക്കുമ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടലോ പ്രതികരണമോ ഐക്യദാർഢ്യമോ ഒന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹം രാജ്യത്ത് പോലും ഇല്ല എന്നുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ ശക്തമാകുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു സമരത്തിലേക്കൊക്കെ കോൺഗ്രസ് നീങ്ങിയതും എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇനി എന്തായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അടക്കമുണ്ടാകുന്ന ഒരു നടപടി? കാരണം CJPയുടെ വേദിയിലെത്താനോ ജന്തർ മന്ദറിലെത്തി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ ഒന്നും കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യം. കാരണം അവരിപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നു. പാർലമെൻറ്റിൽ മാർച്ചിലേക്ക് നടത്തിയ ആ വിദ്യാർത്ഥികളെ, യുവാക്കളെ തല്ലിച്ചതച്ചതിലൊക്കെയാണ് പ്രതിഷേധമുണ്ടായത്. എന്തായാലും ഇടതെമ്പിമാരൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുപക്ഷം കൃത്യമായിട്ടുള്ള നിലപാട് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. തുടക്കം മുതലേ CJPയുടെ വേദിയിലെത്തി ഐക്യദാർഢ്യം അറിയിക്കുന്ന ഒരു നിലപാടൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്.